നമസ്കാരം. നമസ്തേ. ഇതാ കുറെ മടിയിൽ കുറെ ഐറ്റംസ് വെച്ചിട്ടുണ്ട് അല്ലെ? ശിലാജിത്തിനെ കുറിച്ച് അതുപോലെ കുങ്കുമപ്പൂവൊക്കെ ഉണ്ട്. ഇത് എന്താണ് ഇത് ഓരോ സാധനങ്ങൾ? നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക. അതിന്റെ ഗുണങ്ങൾ എന്താണ്? ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഇഷ്ടംപോലെ മായം ചേർക്കലാണല്ലോ ഉള്ളത് എല്ലാ മേഖലയിലും. വെളിച്ചെണ്ണ മുതൽ എല്ലാ മേഖലയിലും മായം ചേർക്കല. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാ ഉം. ശിലാജിത്ത് ഉം. എന്താ ശിലാജിത്ത് എന്ന് പറഞ്ഞാല്? ശിലാജിത്ത് എന്ന് പറഞ്ഞ കന്മതാണ്. കന്മദം. അതിന് കന്മദം മലയാളം. അത് എങ്ങനെ ഉണ്ടാവണെന്ന് വെച്ചാല് ഈ പാറ ആ. പൊള്ളിപ്പിടഞ്ഞ് ഉം. നൂറ്റാണ്ടുകളോളം ഉം. ഉം. ഇരുന്നിട്ട് അത് ഛർദിക്കുന്ന ഉം. പാറയുടെ ഒരു എസൻസ് ആണ് ഉം. ഈ സാധനം. ശിലാജിത്ത് അഥവാ കന്മദം. നമ്മുടെ ആയുർവേദത്തില് ഉം. കായകൽപ്പം ഉം. ചികിത്സ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. യൗവനം തിരിച്ചു വരുന്ന അതെ, അതെ, അതെ. ഒരു ബാല്യത്തിലേക്ക് പോകുന്നൊക്കെയാണ് പറയണത്. ഉം. പല്ല് പോലും കൊഴിഞ്ഞു പോയിട്ട് അതിലെ പ്രധാന ഉം. വില്ലൻ എന്ന് പറയാ ഇതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പിന്നിലും അപ്പൊ ഇത് ഞാൻ കേട്ടപ്പോ ഇതിനെ കുറിച്ച് മൗണ്ടനിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ സമ്പത്തുകളാണെന്ന് ചോദിച്ചപ്പോഴാണ് അവരിങ്ങനെ ശിലാജിത്ത് പറഞ്ഞു. പിന്നെ ഈ വേറെ ഇടിവെട്ട് കൊണ്ടിട്ട് എന്തോ അതൊക്കെ അവർ പറഞ്ഞു തന്നു, ഞാൻ മറന്നുപോയി ശരിക്കും. അങ്ങനത്തെ ഒക്കെ. പിന്നെ മൗണ്ടൻ കോറൽസ്, പിന്നെ ഡയമണ്ട്സ്, ഈ അത്ര ക്വാളിറ്റി ഡയമണ്ട്സ് അല്ല, അല്ലാത്തത് ക്വാളിറ്റി ഡയമണ്ട്സ് ഉള്ളതും ഞാൻ കണ്ടായിരുന്നു. അതെങ്ങനെയാ വെച്ചാ ഒരു മൗണ്ടൻ ഇങ്ങനെ ഇട്ട് അതിനൊരു വിടവ് പോലെ ഉണ്ടാവും. അത് വേറൊരു സയന്റിസ്റ്റ് ആട്ടോ പറഞ്ഞത് യാത്രക്കിടയിൽ. ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ കോറൽസ് ഉണ്ടാവുക. അപ്പൊ അത് ഒരിക്കൽ ഞങ്ങൾ കണ്ട്. അതൊക്കെ പറഞ്ഞ ചിലപ്പോ വിശ്വസിക്കാൻ പ്രയാസം. അതുകൊണ്ട് അത് അത്രയും മഞ്ഞും ശ്വാസം കിട്ടാത്ത ചില ഏരിയ ഉണ്ട്. അവിടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ടും നമ്മൾ ഇത്തരം സമ്പത്തുകൾ കാണാം. അപ്പം ആ വഴി കൂടെ സഞ്ചരിച്ചപ്പോ നമ്മളുടെ സുഹൃത്ത്, കാശ്മീരിലുള്ള സുഹൃത്ത് തന്നെ പറഞ്ഞ എന്തെങ്കിലും തിളങ്ങുന്ന വസ്തു കണ്ടാല് നോക്കിക്കൊള്ളണം, അവിടെയൊക്കെ ഇത് കാണാറുണ്ടെന്ന്. ഓപ്പൺ ആയിട്ടും ചിലപ്പോഴൊക്കെ. അതൊക്കെ അത് ഒത്തിരി ഉണ്ട്. അത് അങ്ങനെ പിന്നെ പറയാം. അപ്പൊ ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോ ഞാൻ ഇതിനെ അന്വേഷിച്ചു. എനിക്ക് അങ്ങനെ ഈ ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങിച്ചു. കന്മദം അതും പറഞ്ഞ് തന്നതാണ്. കല്ല്. ഇതിനൊരു മണവും വേറൊരു മണ. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് കിട്ടി. പക്ക ശർക്കര അതങ്ങനെ ഒരു ഈ കണ്ടാലറിയാത് കളറും അങ്ങനെ അതങ്ങനെ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ സുഹൃത്ത് തന്നെ കഷ്ടവാറിലുള്ള ഒരു ഗുജ്ജർ എന്ന് പറഞ്ഞാൽ ആട്ടിടയന്മാരാ. ഇവരാണ് ഇത് കളക്ട് ചെയ്യണത്. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഈ മൗണ്ടന്റെ ഗുഹകൾ ഉണ്ടാവും. കേവ്സിന്റെ ഉള്ളിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. കാരണം എയറില് ഇതായി കഴിയുമ്പോഴത്തേക്ക് അത് മെൽട്ടാവാൻ തുടങ്ങും. പിന്നെ മഞ്ഞുള്ളതുകൊണ്ട് മെൽട്ടാവില്ല, പക്ഷെ മഴയൊക്കെ വരുമോ അല്ലെങ്കിൽ ഇത് ഒലിച്ചിറങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഈ മൗണ്ടന്റെ നദികളില് നമ്മളത് കുടിച്ചാൽ നല്ലതാന്ന് പറയുന്നതിന് പിന്നില് അതില് കന്മദം ഉണ്ടാവും. മറ്റു ഒരുപാട് ഔഷധ സസ്യങ്ങളിൽ തട്ടി ഒഴുകുന്ന വെള്ളമാണ്. ഞാൻ ഇപ്പോഴും അങ്ങോട്ടൊക്കെ പോകുമ്പോ വെള്ളം തൊട്ട് കുടിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ പറഞ്ഞു പോകുന്നത് അങ്ങനെ അപൂർവമായിട്ട് കിട്ടുന്ന സാധനം ആയതുകൊണ്ടും ഇതിലെന്ത് ചെയ്യാന്ന് വെച്ചാല് ഇവര് നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ 100 ഗ്രാം ബോക്സ് എയർ ടൈറ്റ് ആയതാണ് തരിക അവര്. നമ്മളിത് ഒറിജിനൽ കുതിരാലയത്തിൽ പോയ മണാണ്. നോക്ക്, ശിലാജിത്ത് അടിച്ചു കൊടുത്ത കുതിരയുടെ ആദ്യം വരിക. അതായത് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ മൗണ്ടനിയറിങ്ങിന് പോകുന്നവര്, ആർമിക്കാര്, ഗുജ്ജർമാര്, ഇത് എടുക്കാൻ പോകുന്നവര്, ഗുജ്ജർമാർക്ക് മൗണ്ടനിൽ ആണല്ലോ അവരുടെ ജോലി. അപ്പൊ അവരൊക്കെയാണ് ഇത് മുമ്പ് കഴിച്ചു തുടങ്ങിയത്. പിന്നീടാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഇത് എത്തിയത്. അപ്പൊ ഇത് കുറച്ചൊന്ന് ഓപ്പൺ ആക്കിയ ഇതുപോലെ അത് മെൽറ്റ് ആവാൻ തുടങ്ങും. കണ്ടോ, എന്താ മെൽറ്റ് ആവാൻ തുടങ്ങി. ഇങ്ങനെ ഇതിലുണ്ടാ ക്രീം കണ്ടോ, ഇത് ക്രീം. അപ്പൊ ഇത് ഒരിക്കലും ഇങ്ങനെ ശർക്കരയുടെ പോലെ ഇങ്ങനെ നീളം വെക്കൊന്നുമില്ല. ഒരു ക്രീം പോലെ അങ്ങനെ ജസ്റ്റ് ഒന്ന് നക്കി ഭയങ്കര കയ്പായിരിക്കും. പക്ഷെ ഇത് ഒരു ദിവസത്തേക്കുള്ളതാ. ഒരു അരിമണിയോളെ കഴിക്കാൻ പാടുള്ളൂ. ഒരു ദിവസം വരുന്നതായി കേട്ടോ. അപ്പൊ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ യുവത്വം നിലനിർത്താൻ, ലൈംഗിക ശേഷി കൂടാൻ, ഞരമ്പ് തളർന്നവരുടെ, വാർദ്ധക്യം ബാധിച്ചവരും, ഇത് കൂടുതലും ഞാൻ പറഞ്ഞല്ലോ
യൗവനത്തിന്റെ ചികിത്സയിലാണ് അത് കൂടുതൽ അതുകൊണ്ടാണ് ഈ ഉപയോഗിക്കുന്നത്. കുതിരശക്തി എന്നുള്ള ആ സിംബൽ അതെ വരുന്നത്. അതെ അതെ. അപ്പൊ ഇത് തിരിച്ചറിയാനുള്ള മാർഗം ഇതൊക്കെ തന്നെ. ഒരു ക്രീം രുചിച്ച് രൂപത്തിലേക്ക് നോക്കാം, സ്മെല്ല്. സ്മെല്ല് നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് മണത്ത് നോക്കി, ശർക്കര ഉരുക്കിയ മണം ശർക്കര ഉരുക്കിയ തന്നെയാണ്. മണം. പിന്നെ അത് തന്നെയല്ല, ഇത് രുചിയിലും വ്യത്യാസം. ജസ്റ്റ് ഒന്ന് നാവത്ത് വെച്ച് നോക്കി, ഇതിന് മധുരം ഉണ്ടാവും. കിട്ടിയോ? ശർക്കരയുടെ മധുരം പോലെ തന്നെ. മധുരം വരുന്നില്ലേ? ശർക്കര ഉരുക്കിയ ശർക്കരയുടെ മധുരം അല്ലാണ്ട് പിന്നെ വേറെ ശർക്കരയാണെങ്കിൽ വേണ്ടില്ല, ഡേഞ്ചറസ് അല്ല. വേറെ എന്തെങ്കിലും ഇതില് കരിയും കൂടി ചേർക്കും, ഈ കളർ ചേഞ്ച് ആവാതെ വേണ്ടിയിട്ട്. കറുപ്പിലേക്ക് വരണ്ടേ, മറ്റത് കറുപ്പാണല്ലോ. ഇനി വേറൊരു ഇതും കൂടെ ഞാൻ പറഞ്ഞുതരാം. 3 തരത്തിലുള്ള കന്മതമുണ്ട്. ഒന്ന് കോപ്പറിന്റെ, ഒന്ന് സ്വർണത്തിന്റെ, ഒന്ന് അയേണിന്റെ. ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. മോസ്റ്റ്ലി നമുക്ക് കിട്ടുക അയേണാണ്. ഈ പ്രാവശ്യം എനിക്ക് കോപ്പറിന്റെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്കറിയണം, മുകളിൽ ഇങ്ങനെ പാട പോലെ, ഇത് ക്രീം ആവുമ്പോഴത്തേക്കും പാട പോലെ ഉണ്ടാവും. അപ്പൊ അതാണ് ഈ ശിലാജിത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം എനിക്കിതിന്റെ ഞാൻ എന്തു കൂട്ടും ചെയ്യുമ്പോ എനിക്ക് അനുഭവിക്കണം. പറയുകയാണെങ്കിലും എനിക്ക് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ. അങ്ങനെ നോക്കുമ്പോ എന്റെ ഹസ്ബൻഡിന് 3 തവണ സ്ട്രോക്ക് വന്നതാ. പിന്നെ ഇത് കൊടുത്തു. ഇത് കൊടുത്ത പിന്നെ ഇന്നേ വരെ അങ്ങനെ സ്ട്രോക്കിന്റെ ഒരു ഇതില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയായിരുന്നു, പറഞ്ഞാൽ തിരിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് മാറി. അത് കഴിഞ്ഞ് എന്റെ ചേച്ചി 3 മാസം കിടന്ന കിടപ്പായിരുന്നു, സ്പൈനലിന് ഒരു വീഴ്ചയിൽ പറ്റിയത്. ചേച്ചി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും ചേച്ചിയുടെ കാലിന് പ്രശ്നം, നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത് കൊണ്ടു കൊടുത്തു. ചേച്ചി ഇപ്പൊ നന്നായിട്ട് നടക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് അതിൽ ബാക്കി ഉണ്ടായിരുന്നത് വേറൊരു ബന്ധുവിന് കൊടുത്തു. അപ്പൊ അവർക്കും ക്യൂർ ആയിട്ടുണ്ട്. ഇതാണ് എന്റെ അനുഭവം. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കുന്നല്ലാണ്ട് നമുക്ക് മൗണ്ടനറിങ്ങിന് ഇപ്പോഴും പോകാനുള്ള ചുരമാണല്ലോ. അപ്പൊ ഒരു സീനിയർ സിറ്റിസൺ ആണ്. പക്ഷെ ഒരുപക്ഷെ ഇതിന്റെയൊക്കെ ഒരു പ്രഭാവം കൊണ്ടാണോ എന്നറിയില്ല, അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ തവണയും കൂടി വിചാരിച്ചിട്ട് നടന്നതല്ല, വഴി തെറ്റി പോയിട്ട് മൗണ്ടൻ കയറേണ്ടി വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല, ഇപ്പോഴും വേണമെങ്കിൽ ഉണ്ട്. അപ്പൊ ഭയങ്കര കയ്പ്. ഇത്രയാണ് ഈ 2 പ്രൊഡക്റ്റുകൾ പ്രധാനമായിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അതെ, ഇത് കായകൽപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചില ആയുർവേദ ഷോപ്പുകളിലും മേടിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മാനുഫാക്ചറിങ് ഉണ്ട്. ഇത് വൃദ്ധന്മാർക്ക് കായകൽപ്പം ഇപ്പൊ ചെയ്യണില്ല, കായ ചികിത്സ എന്നുള്ള പേരിലാണ്. കായകൽപ്പം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അത് ഇരുട്ടറയിൽ ഇരിക്കും, അതൊക്കെ വേണം. പക്ഷെ അതിലവര് കന്മത രസായനം എല്ലാ ദിവസവും കൊടുക്കും. വാർദ്ധക്യത്തിനെ ഒന്ന് തടഞ്ഞു നിർത്താനുള്ള ഒരു രസായനം. നമ്മളിത് കഴിക്കുവാണെങ്കിൽ പാലൊരു കോമ്പിനേഷൻ. അതിന്റെ പാൽ ഇഷ്ടമല്ലാത്തവർക്ക് 2 ടീസ്പൂൺ പാല് വെള്ളത്തിൽ ചേർത്ത് അതിൽ വേണമെങ്കിൽ കഴിക്കാം. ഒരു അരിമണിയോളം അല്ലെങ്കിൽ ഒരു നെന്മണിയോളം, നല്ല ആരോഗ്യമുള്ളവർക്ക് നെന്മണിയോളം, വാർദ്ധക്യം ഒരുപാടുള്ളവർക്ക് അരിമണിയോളം മതി. അതേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. 3 മാസം റെഗുലർ ആയിട്ട് കഴിച്ചാൽ അതിന്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവാൻ പറ്റും. അതാണ് ഈ കന്മതത്തിന്റെ. അപ്പൊ ഞാനിതിൽ വളരെ സംതൃപ്തിയാണ്. എന്താ വെച്ചാൽ ആളുകളെ വിശ്വസിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് ഹോൾസെയിലായിട്ട് കൊടുക്കണം കേട്ടോ. റീറ്റെയിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ നമ്മുടെ സമയം. അതാണ് ഞാനപ്പോ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചത്.